ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 7 ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി എന്ന പാഠഭാഗത്തിലെ 98, 99, 100, 101 പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ വേരിയസ് ടൈപ്സ് ഓഫ് ഫാമിംഗ് പ്രാക്ടീസസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അഗ്രികൾച്ചർ ഫോർ ഫുഡ് ആൻഡ് ഇൻകം, അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, മിനറൽ വെൽത്ത് എന്നീ ടോപ്പിക്സിൽ നിന്നാണ്. ഓരോന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. Question number 13. Which is the largest mineral based industry in India? Answer: iron ore industry. Next one. How are agricultural crops in India classified based on their use? ഇന്ത്യയിലെ കാർഷിക വിളകളെ അവയുടെ ഉപയോഗത്തെ അടിസ്ഥാനമാക്കി എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു? ആൻസർ: അഗ്രികൾച്ചർ ക്രോപ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഫുഡ് ക്രോപ്സ് ആൻഡ് ക്യാഷ് ക്രോപ്സ്. കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫുഡ് ക്രോപ്സ് ആൻഡ് ക്യാഷ് ക്രോപ്സ്? ഭക്ഷ്യവിളകളും നാണ്യവിളകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആൻസർ: ഫുഡ് ക്രോപ്സ് ആർ ക്രോപ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫുഡ്, വെയറാസ് ക്രോപ്സ് യൂസ്ഡ് ഫോർ കൊമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസസ് ആർ കോൾഡ് ക്യാഷ് ക്രോപ്സ്. ഭക്ഷ്യവിളകൾ ഭക്ഷണമായി ഉപയോഗിക്കാവുന്ന വിളകളാണ്. അതേസമയം വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിളകളെ നാണ്യവിളകൾ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് വൺ. ഗിവ് എക്സാമ്പിൾസ് ഫോർ ഫുഡ് ക്രോപ്സ് ആൻഡ് ക്യാഷ് ക്രോപ്സ് ഓഫ് അവർ കൺട്രി. ഇതൊരു ടേബിളായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഫുഡ് ക്രോപ്സ് റൈസ്, വീറ്റ്, മെയ്സ്, ബാർലി, ടാപ്പിയോക്ക ആൻഡ് ലെഗ്യൂംസ്. ലെഗ്യൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയർവർഗ്ഗങ്ങൾ. നെക്സ്റ്റ് വൺ ക്യാഷ് ക്രോപ്സ്: കോട്ടൺ, റബ്ബർ, ജൂട്ട്, ടുബാക്കോ, ഇൻഡിഗോ ആൻഡ് ടീ. ഇതിൽ കോഫി, ഷുഗർ ഇതെല്ലാം ക്യാഷ് ക്രോപ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ചില കുട്ടികൾക്കെങ്കിലും ഒരു സംശയം തോന്നാം, ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത് ഭക്ഷണത്തിനുള്ളതും മറ്റ് വിളകളെ നമ്മൾ ക്യാഷ് ക്രോപ്സ് എന്നാണ് വിളിക്കുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് രണ്ടിനെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം. ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് ഗ്രോൺ ഫോർ ഡയറക്റ്റ് കൺസംഷൻ, ബേസിക് ഫുഡ് നീഡ്സ് നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫുഡ് ക്രോപ്സ്. എന്നാൽ ക്യാഷ് ക്രോപ്സ് ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് അല്ലെങ്കിൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇറ്റ് ക്യാൻ ബി സോൾഡ് ഇൻ മാർക്കറ്റ്സ് ഓർ ക്യാൻ ബി എക്സ്പോർട്ടഡ് ഫോർ പ്രോഫിറ്റ്. ഇൻഡസ്ട്രീസിന് റോ മെറ്റീരിയൽസ് ലഭ്യമാക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്നതാണ് ക്യാഷ് ക്രോപ്സ്. ഒരു ടേബിൾ ഞാനിവിടെ കാണിക്കാം. ഇത് ഫുഡ് ക്രോപ്സിൻ്റെയും ക്യാഷ് ക്രോപ്സിൻ്റെയും ഒരു കമ്പാരിസൺ ആണ്. നമുക്ക് നോക്കാം. ഫുഡ് ക്രോപ്സ്: ക്രോപ്സ് യൂസ്ഡ് ആസ് ഫുഡ്, അതായത് ഭക്ഷണമായി ഉപയോഗിക്കുന്ന വിളകളാണ്. ഗ്രോൺ ടു മീറ്റ് ബേസിക് ഫുഡ് നീഡ്സ്, അടിസ്ഥാന ഭക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഗ്രോൺ ഫോർ ഡയറക്റ്റ് കൺസംഷൻ, അതായത് നേരിട്ടുള്ള ഉപയോഗത്തിനായിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു. നോട്ട് മച്ച് ക്യാപിറ്റൽ റിക്വയർഡ്, അധികം മൂലധനം ആവശ്യമില്ല. നെക്സ്റ്റ് വൺ ക്യാഷ് ക്രോപ്സ്: ക്രോപ്സ് യൂസ്ഡ് ഫോർ കമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസസ്, വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വിളകളാണ്. ഗ്രോൺ ടു ബി സോൾഡ് ഇൻ മാർക്കറ്റ്സ് ഓർ എക്സ്പോർട്ടഡ് ഫോർ പ്രോഫിറ്റ്, വിപണികളിൽ വിൽക്കുന്നതിനോ ലാഭത്തിനായി കയറ്റുമതി ചെയ്യുന്നതിനോ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു. ഗ്രോൺ ആസ് റോ മെറ്റീരിയൽസ് ഫോർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, നിർമ്മാണ വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നു. ഗുഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്, നല്ല തുക മൂലധനം ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും ഡിഫറൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോട്ടിലേക്ക് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കി വയ്ക്കാം. രണ്ടും നിങ്ങൾക്ക് മാറിപ്പോകരുത്. ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത് ഫുഡിന് മാത്രമെന്നും ഫുഡ് അല്ലാത്ത സാധനങ്ങളാണ് ക്യാഷ് ക്രോപ്സ് എന്ന് വിളിക്കുന്നത് എന്നും ചില കുട്ടികൾക്കെങ്കിലും തോന്നാം. അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കി തരാനാണ് ഞാനിവിടെ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫേവറബിൾ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ വിവിധ വിളകളുടെ കൃഷിക്ക് അനുകൂലമായ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ: ഫെർട്ടൈൽ സോയിൽ, ഫലഭൂയിഷ്ഠമായ മണ്ണ്; ഫേവറബിൾ വെതർ, അനുകൂലമായ കാലാവസ്ഥ; ഇറിഗേഷൻ ഫെസിലിറ്റി, ജലസേചന സൗകര്യം; അബൻഡൻറ്റ് റെയിൻഫാൾ, സമൃദ്ധമായ മഴ; ലാൻഡ് ഏരിയ, ഭൂവിസ്തൃതി; ഡിവേഴ്സ് ടോപ്പോഗ്രഫി, വൈവിധ്യമാർന്ന ഭൂപ്രകൃതി. നെക്സ്റ്റ് വൺ. വിച്ച് ആർ ദ അഗ്രികൾച്ചറൽ സീസൺസ് ഇൻ അവർ കൺട്രി? നമ്മുടെ രാജ്യത്തെ കാർഷിക കാലങ്ങൾ ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി ആൻഡ് സൈദ്. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്, എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ. ക്യാൻ ഓൾ ക്രോപ്സ് ബി ഗ്രോൺ എവരിവെയർ? വൈ? എല്ലാ വിളകളും എല്ലായിടത്തും വളർത്താൻ കഴിയുമോ? എന്തുകൊണ്ട്? ഇത് ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൻസർ നോക്കാം. Different crops are grown in different regions because crop growth depends upon geographical conditions such as physiography, fertile soil, availability of water and climate.
വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത വിളകളാണ് വളരുന്നത്. കാരണം വിളകളുടെ വളർച്ച ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളായ ഫിസിയോഗ്രഫി, ഫലഭൂയിഷ്ഠമായ മണ്ണ്, ജലലഭ്യത, കാലാവസ്ഥ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ഡു അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് മീൻ? ഗീവ് എക്സാമ്പിൾസ്. കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഉദാഹരണങ്ങൾ നൽകുക. ആൻസർ, അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആർ ഇൻഡസ്ട്രീസ് ദാറ്റ് ഡിപ്പെൻഡ് ആൻഡ് ഫങ്ഷൻ ഓൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. എക്സാമ്പിൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഷുഗർ ഇൻഡസ്ട്രി. അതായത് കാർഷികോൽപ്പന്നങ്ങളെ ആശ്രയിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യവസായങ്ങളാണ് കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾ. ഉദാഹരണം തുണി വ്യവസായം, പഞ്ചസാര വ്യവസായം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേക്ക് എ ലിസ്റ്റ് ഓഫ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ദാറ്റ് യൂസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആസ് റോ മെറ്റീരിയൽസ്. കാർഷികോൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്ന കാർഷികാധിഷ്ഠിത വ്യവസായങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതാണ് ചോദ്യം. ഇതൊരു ടേബിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് നമുക്ക് നോക്കാം. കോട്ടൺ ഒരു അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്, തുണി വ്യവസായം. ദെൻ ഷുഗർ കെയിൻ, ഷുഗർ ഇൻഡസ്ട്രി. റബ്ബർ, ടയർ ഇൻഡസ്ട്രി. ടീ ഇൻഡസ്ട്രി. ആൻഡ് ജൂട്ട് ഇൻഡസ്ട്രി. നെക്സ്റ്റ് വൺ, വാട്ട് ആർ മിനറൽസ്? ഗീവ് എക്സാമ്പിൾസ്. ധാതുക്കൾ എന്നാൽ എന്താണ്? ഉദാഹരണങ്ങൾ നൽകുക. ആൻസർ, മിനറൽസ് ആർ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ ദ എർത്ത്സ് ക്രസ്റ്റ്. ഭൂമിയുടെ പുറന്തോടിൽ കാണപ്പെടുന്ന ലോഹവും അലോഹവുമായ സംയുക്തങ്ങളാണ് ധാതുക്കൾ. എക്സാമ്പിൾസ് ഫോർ മെറ്റാലിക് മിനറൽസ്: ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ് ആൻഡ് സിന്നബാർ. ഇനി നോൺ മെറ്റാലിക് മിനറൽസിൻ്റെ എക്സാമ്പിൾ മൈക്ക, ഡയമണ്ട് ആൻഡ് സിലിക്ക, സാൻഡ്. നെക്സ്റ്റ് വൺ, വേർ ഡു വി ഗെറ്റ് മിനറൽസ് ഫ്രം? ധാതുക്കൾ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ആൻസർ നോക്കാം. മിനറൽസ് ആർ ഫൗണ്ട് ഇൻ ദ എർത്ത്സ് ക്രസ്റ്റ് ആൻഡ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ്. ധാതുക്കൾ ഭൂമിയുടെ പുറന്തോടിലാണ് കാണപ്പെടുന്നത്. അവ വിവിധതരം പാറകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. നെക്സ്റ്റ് വൺ, ഗീവ് എക്സാമ്പിൾസ് ഫോർ ഫ്യൂവൽ മിനറൽസ്. ആൻസർ, കോൾ ആൻഡ് പെട്രോളിയം. നെക്സ്റ്റ് വൺ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ധാതു അധിഷ്ഠിത വ്യവസായങ്ങളെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക. ആൻസർ, മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആർ ദോസ് ദാറ്റ് യൂട്ടിലൈസ് മിനറൽസ് ആസ് മേജർ റോ മെറ്റീരിയൽസ്. Iron ore industry is the largest mineral-based industry in the country. It is the backbone of the industrial sector and is known as the primary industry. Iron and steel industry, copper industry, aluminum industry, coal industry and cement industry are the important mineral-based industries. ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നവയാണ് ധാതു അടിസ്ഥാനമാക്കിയുള്ള വ്യവസായങ്ങൾ. രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പയിര് വ്യവസായം. ഇത് വ്യാവസായിക മേഖലയുടെ നട്ടെല്ലാണ്. ഇതിനെ പ്രാഥമിക വ്യവസായം എന്നും വിളിക്കുന്നുണ്ട്. എക്സാമ്പിൾസ്: ഇരുമ്പ് ഉരുക്ക് വ്യവസായം, ചെമ്പ് വ്യവസായം, അലുമിനിയം വ്യവസായം, കൽക്കരി വ്യവസായം, സിമന്റ് വ്യവസായം എന്നിവയാണ് പ്രധാന ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. നെക്സ്റ്റ് വൺ, വൈ അയൺ ഓർ ഇൻഡസ്ട്രി ഈസ് നോൺ ആസ് ദ പ്രൈമറി ഇൻഡസ്ട്രി? എന്തുകൊണ്ടാണ് ഇരുമ്പയിര് വ്യവസായം പ്രാഥമിക വ്യവസായം എന്നറിയപ്പെടുന്നത്? ആൻസർ നോക്കാം. Iron ore industry is the largest mineral-based industry in the country and it is the backbone of the industrial sector. Its output is used as raw materials for other industries. That's why it is known as the primary industry. ഇരുമ്പയിര് വ്യവസായം രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ്. ഇത് വ്യാവസായിക മേഖലയുടെ നട്ടെല്ലാണ്. ഇതിൻ്റെ ഉൽപ്പാദനം മറ്റ് വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഇത് പ്രാഥമിക വ്യവസായം എന്നറിയപ്പെടുന്നത്. ഇനി പേജ് നമ്പർ 101 ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. വാട്ട് ആർ ദ ഫോളോയിങ് മിനറൽസ് യൂസ്ഡ് ഫോർ? ഫൈൻഡ് ദെയർ യൂസേജസ് ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. അതിൻ്റെ ആൻസർ നോക്കാം. ഹെമറ്റൈറ്റ്, അതിൻ്റെ യൂസേജ് മാനുഫാക്ചർ ഓഫ് അയൺ ബാസ്, ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. ദെൻ സിലിക്ക, സാൻഡ്, ഹൗസ് കൺസ്ട്രക്ഷൻ, ഗ്ലാസ് മാനുഫാക്ചറിങ്. ബോക്സൈറ്റ്, എയർക്രാഫ്റ്റ് ആൻഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. ഡയമണ്ട്, ജ്വല്ലറി മേക്കിംഗ്, ഇൻഡസ്ട്രിയൽ യൂസ്. കോൾ, റെയിൽവേ, അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ. പെട്രോളിയം, വെഹിക്കിൾ ഫ്യൂവൽ, പെയിൻറ് മാനുഫാക്ചറിങ്. ഇനി പേജ് നമ്പർ 99 ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഫ്രം ദ ടേബിൾ ഗിവൺ ബിലോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വിച്ച് ക്രോപ്സ് ഗ്രോൺ ഇൻ വിച്ച് സ്റ്റേറ്റ്സ്. ഐഡൻറ്റിഫൈ ദോസ് സ്റ്റേറ്റ്സ് ഓൺ ദ മാപ്പ് ആൻഡ് കളർ ദം. ആ ഒരു ആക്ടിവിറ്റി ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. വീറ്റ്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. കോട്ടൺ, തെലങ്കാന, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ. റൈസ്, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി അടുത്ത പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ടിൽ ദെൻ ബൈ.